ഇന്നലെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റ് എൻഡിങ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. ഈ ടെസ്റ്റ് സീരീസ് ടൂർ എടുക്കുകയാണെങ്കിൽ മൊത്തം 15 ദിവസത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് കളിച്ചത്. ആ 15 ദിവസത്തിൽ 13 ദിവസവും ഇന്ത്യയാണ് ഡോമിനേറ്റ് ചെയ്തത്. പക്ഷേ സ്കോർ ലൈൻ നോക്കുമ്പോൾ 2-1 എന്നാണ് കാണിക്കുക. ഇംഗ്ലണ്ട് 2 ഇന്ത്യ 1. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. ഈ കളിയിൽ മാത്രമല്ല, ഈ സീരീസ് മൊത്തം എടുക്കുവാണെങ്കിലും സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഉണ്ട്. രവീന്ദ്ര ജഡേജ. അദ്ദേഹം ഈ ടെസ്റ്റ് സീരീസിൽ കളിച്ച 6 ഇന്നിംഗ്സിലും 50+ സ്കോറാണ് എടുത്തിരിക്കുന്നത്. മോർ ദാൻ 300 റൺസ്. നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഈ സീരീസ് കളിച്ചതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ആക്ച്വലി കളിയുടെ കാര്യത്തിൽ നമുക്ക് പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്സ് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. പക്ഷേ നഷ്ടമായത് കീ മൊമെന്റ്സ് ആയിരുന്നു. അത് ഗ്രാബ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വിന്നിംഗിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. അവിടെയാണ് ഇംഗ്ലണ്ട് വ്യത്യസ്തരായത്. ഇന്നലത്തെ മാച്ചില് നമ്മൾ കൊടുത്ത എക്സ്ട്രാ 32 റൺസ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. കാരണം വിജയത്തിന്റെ ത്രാസിൽ അതിന്റെ വില വലുതായിരുന്നു. നമ്മൾ ഇന്നലെ മാച്ച് തോറ്റത് 22 റൺസിനാണ്. നമ്മുടെ ടൈലൻഡേഴ്സ് ആയ ബൗളേഴ്സ് മാത്രമായ ബുംറയുടെയും സിറാജിന്റെയും കോൺട്രിബ്യൂഷൻ ജഡേജയുടെ കോൺട്രിബ്യൂഷനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്. ബാറ്റിംഗ് അവരുടെ പ്രൈമറി സ്കില്ലല്ല. എങ്കിലും മുൻനിര വീണപ്പോൾ അവർ ബാറ്റ്സ്മാൻമാരെ പോലെ ഇംഗ്ലണ്ടിന്റെ ബോളേഴ്സിനെ പൊരുതി തോൽപ്പിക്കാൻ ശ്രമിച്ചു. ആ പോരാട്ട വീര്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഫാനിനും കഴിയില്ല. ഇനിയും ഇന്ത്യൻ ടോപ്പ് ഓർഡേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ മാച്ചില് അവരുടെ ഷോട്ട് സെലക്ഷൻ ഭയങ്കര പോറായി. എക്സ്പെഷ്യലി ജഷ്വാലും കരുൺ നായരും ഔട്ടായ രീതി തന്നെ അതിനൊരു ഉത്തരമാണ്. ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ എറയില് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സ്ലഡ്ജ് ചെയ്ത് കളിക്കുന്ന ഇംഗ്ലണ്ട് ടീം പ്ലേയേഴ്സിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടേയില്ല. കഴിഞ്ഞ കളിയില് ബാസ്ബോൾ പോലും മറന്ന് അവർ ടുക് ടുക് ക്രിക്കറ്റ് ആയിരുന്നു കളിച്ചത്. അതിന്റെ ക്രെഡിറ്റ് ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഈ യങ് ടീമിന് തന്നെ കൊടുക്കണം. കാരണം അവരുടെ ബാക്ക് യാർഡിൽ ഇത്രയും പ്രഷർ കൊടുത്ത് അവരെ കളിപ്പിച്ചത് ഇന്ത്യൻ ടീമിന്റെ കഴിവ് തന്നെയാണ്. ഇതൊരു അധികം പരിചയസമ്പത്തില്ലാത്ത ഒരു കൊച്ചു ടീമാണ്. എന്നാൽ ഈ ഒരു കളിയോട് കൂടി ഇന്ത്യയെ നയിച്ച ആ പോരാളികളുടെയും ധീരന്മാരുടെയും നിഴലുകൾ നമുക്ക് ഇവരിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ മൊത്തം പ്ലേയേഴ്സിന്റെ സെഞ്ചുറീസ് കൂട്ടി വെച്ചാലും 20-something സെഞ്ചുറീസ് ആണുള്ളത്. അപ്പുറത്ത് റൂട്ട് ഒറ്റയ്ക്ക് 37 ടെസ്റ്റ് സെഞ്ചുറീസ് ഉണ്ട്. അപ്പോൾ തന്നെ ഈ കൊച്ചു പട്ടാളത്തിന്റെ പരിചയസമ്പത്തിനെ കുറിച്ച് നമുക്ക് സംശയിക്കാനില്ല. പക്ഷേ ഈ ഒരു കളിയോടുകൂടി ഇവർ വളരാനുള്ളവരാണെന്ന് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അത്രയും പരിചയസമ്പന്നരെ പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് ഇവർ നിറഞ്ഞാടിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ വിജയത്തിന്റെ പരമ്പര സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.